ഒന്നും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ചിരിയൊക്കെ ഞാൻ മറന്നു പോയായിരുന്നു. ഞാൻ ചിരിക്കാറേ ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. കുറേ പ്രശ്നങ്ങളുണ്ട്. ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റാവുന്ന അതിനപ്പുറം സിറ്റുവേഷനിൽ കൂടെ ഒക്കെ ആയിരുന്നു ഞാൻ കടന്നു പോയത്. സംശയമായിരുന്നു അതെന്തേ സ്വാതി അങ്ങ് പോയത്, നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയോ, ഇങ്ങനെ കുറേ സംശയങ്ങൾ. എന്നെ ഡയറക്റ്റ് കാണുന്നവർ, ഇവിടെ വെച്ച് കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിലും ചോദിക്കുമായിരുന്നു നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ. കാരണം മോശമായിട്ടല്ല ഞാൻ പറയുന്നത്, മോശമായിട്ട് സംസാരിക്കുന്ന കുറേ ആളുകളുണ്ട്. പക്ഷെ അതല്ല, നല്ല രീതിക്ക് തന്നെ സ്നേഹം കൊണ്ട് ചോദിക്കുന്നത്. അടുക്കാണ് പറമ്പിൽ കൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കണേ. ഇങ്ങോട്ട് നോക്കിയടി, കണ്ടാ, ഇതാണ് നമ്മുടെ ആള്. ഇതുവരെ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാത്ത ഒരാളാണ്. ക്യാമറയുടെ പുറയിലൊക്കെ നിന്നിട്ടുള്ളൂ. അവി ബ്ലോഗ് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പിന്നെ അത് മാത്രമല്ല, സ്വാതി, അപ്പോൾ ഇവരുടെ വ്ളോഗ്സും കാര്യങ്ങളും ഒരു കാലത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാം. എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. വീട്ടിലെ ചൊറിയും കുത്തിയിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പിന്നെ അറിയാമല്ലോ, നമ്മുടെ ലോകത്ത് തന്നെ ഒരു വലിയൊരു മഹാമാരി, ഒരു രോഗം വന്ന സമയത്താണെങ്കിൽ പോലും ഈ പറയുന്ന ഈ വ്ളോഗ്സ് ആണ് കൂടുതലും കാണുന്ന. അവിയുടെ വ്ളോഗ്സും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്വാതിയുടെ. ഇപ്പം ഇവർ കുറച്ച് നാളായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടുന്നൊന്നുമില്ല. എന്താ അതിൻ്റെ രീതി എന്നൊന്നും നമുക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. ചെറിയ കാര്യങ്ങളൊക്കെ പണ്ടേ ഡൗട്ട് അടിച്ച പോലെ തന്നെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പഴയ വീഡിയോസിലോട്ട് നമുക്കൊന്ന് പോവുകയൊക്കെ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. വേറെ ഒന്നുമല്ല, സ്വാതി വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഞങ്ങളുടെ പ്രശ്നങ്ങളും കാര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ കമൻസിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അതുപോലത്തെ കമൻസാണ്. സ്വാതി പൊതിയുമാണ്. നീ എങ്ങനെ ഇരുന്ന അവളാടി, നിനക്കൊക്കെ അന്നം തന്ന് നിന്നെ ഈ കോലത്തിലാക്കിയെടുത്ത് അവൻ ഒരുത്തനല്ല, അവനൊന്നും ഇല്ലാഞ്ഞപ്പോഴും നിനക്കൊരു കുറവും വരുത്തിയിട്ടില്ല. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് വരികയൊക്കെ ചെയ്തത്. എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോയിലോട്ടൊന്ന് പോയിട്ട് വരാം. വീഡിയോ കാണാൻ പോകുന്നതിന് മുമ്പ് എല്ലാവരും സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്യുക. ലൈക്ക് എന്തായാലും ചെയ്യാത്തേക്കണേ. ലൈക്ക് ചെയ്യാത്തവരെല്ലാവരും ലൈക്ക് ചെയ്യുക. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. നിങ്ങളൊക്കെ ഇത് എവിടാ? എത്ര നാളായി കണ്ടിട്ട്? രണ്ടി പോകരുത്, നിന്നെയല്ലേ കാണാത്തത്? നീ എവിടെ പോയിരിക്കുകയായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്റെയൊക്കെ വീഡിയോ കാത്തിരിക്കുന്ന നമ്മളാരായി? എന്നിട്ട് നമ്മുടെ അടുത്തോണ്ടാക്കുന്ന നീ ബാക്കി പറഞ്ഞേ. നമ്മളൊന്നും ഒരു മൈൻഡ് പോലും ഇല്ല. ചുമ്മാ പറഞ്ഞാണ്. ഞാൻ ഏകദേശം ഒരു വർഷത്തിനോട് അടുക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ചാനലിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുറേ പ്രശ്നങ്ങൾ എന്താ പറയുക, 2024 ഏറ്റവും മോശം ഒരു വർഷമായിരുന്നു എന്നെ സംബന്ധിച്ചിട്ട്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. എല്ലാം പറയാം, സമയമാകട്ടെ. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഒരു വർഷത്തിനടുത്ത വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ടച്ച് കിട്ടിരിക്കുക. എന്താ, എനിക്ക് സത്യം പറഞ്ഞാൽ ക്യാമറ നോക്കി സംസാരിക്കാൻ തന്നെ ഇപ്പോൾ എന്തോ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. ഞാൻ എല്ലാം ചിരി കാണുമ്പോൾ തന്നെ നമുക്ക് ആ വീഡിയോ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ശരിയാ, പഴയ ഒരു ഉത്സാഹവും കാര്യങ്ങളൊന്നുമില്ല അദ്ദേഹത്തിന്. ഒരുമാതിരി ഒരു മങ്ങല് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത ചില ആൾക്കാർ നമ്മളെ വിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ ഒരു ഇതിലോട്ട് ഇന്ന് തിരിച്ചു വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യങ്ങളാണ്. അതും അനുഭവിക്കുന്നവർക്ക് അത് പറഞ്ഞാലും മനസ്സിലാകത്തുള്ളൂ. സത്യം പറഞ്ഞാൽ നമുക്കൊന്നും ഇല്ലെങ്കിൽ പോലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഒരു കുറവും വരുത്താത്ത രീതിയിലാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും അദ്ദേഹം ചെട്ടികുളങ്ങര പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പം അമ്പലത്തിൽ പോകണം, തൊഴണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുകയൊക്കെ ചെയ്തത്. എന്തായാലും നമുക്ക് അതും കൂടെ കണ്ടിട്ട് മെയിനായിട്ടൊരു പോയിന്റ് അദ്ദേഹം പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുത് കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഞങ്ങളങ്ങനെ അമ്പലത്തിൽ നിന്ന് തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി ഇരിക്കുന്നിടത്തോട് വന്നിട്ടുണ്ട്. എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. നല്ലൊരു സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ മനസ്സിൽ. ഞാൻ പറഞ്ഞില്ലേ, കുറേ ദിവസത്തെ ആഗ്രഹമായിരുന്നു അമ്പലത്തിലോട്ട് വരണമെന്ന്. ഞാൻ കുറച്ച് നാൾ മുമ്പൊന്നും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ചിരിയൊക്കെ ഞാൻ മറന്നു പോയായിരുന്നു. ഞാൻ ചിരിക്കാറേ ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. കുറേ പ്രശ്നങ്ങളുണ്ട്. ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റാവുന്ന അതിനപ്പുറം സിറ്റുവേഷനിൽ കൂടെ ഒക്കെ ആയിരുന്നു ഞാൻ കടന്നു പോയത്. എന്താ, എനിക്ക് കുറച്ച് ടൈം എടുക്കേണ്ടി വന്നു. ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് ചിരിക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് എല്ലാം ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വേണ്ടി വന്നു. അപ്പോൾ നമുക്കിനി ഇവിടുന്ന്, ഞാൻ പറഞ്ഞില്ല, തിരിച്ചു പോകാം. നമ്മളങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, അവി എന്തുകൊണ്ട് ഇത്രയും വലിയൊരു ഗ്യാപ്പ്, എന്താണ് വീഡിയോ ചെയ്യാത്തത്? ഞാൻ പറഞ്ഞു, പേഴ്സണലായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ ഞാൻ പറയുന്നില്ല, ഞാൻ എന്തായാലും പറയാം. എൻ്റെ കുറേ വിശേഷങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് എന്തെല്ലാം സംഭവിച്ചെന്നറിയാം. ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, എന്നെ പണ്ട് തൊട്ടേ അറിയാം. ഞാൻ നിങ്ങളെ ഒരു ഫാമിലി പോലെ, അതായത് എൻ്റെ കൂടെ പിറപ്പുകളെ പോലെയാണ് നിങ്ങളെല്ലാവരും കാണുന്നത്. ഓക്കെ, അദ്ദേഹത്തിന് എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഈ വീഡിയോയിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് നാൾക്ക് മുമ്പ് ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ ജോലി സ്ഥലത്ത് ചെന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. ആ സമയത്ത് അവിക്ക് വരണമെന്നുണ്ട്. അവന് പിന്നെ ട്രാവല് കാര്യങ്ങൾ
എനിക്ക് ജോലി ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി ഞാനിഞ്ഞ് പോകുന്നതാണ്. എന്നാലും ഞാൻ ആ വീഡിയോ ഒന്ന് വെച്ച് തരാം. ഞാൻ പറയുന്നതിനെക്കാളും നല്ലത് ആ വീഡിയോയ്ക്കകത്ത് ഇരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതും കാര്യങ്ങളൊക്കെ. നമുക്ക് ഒരാളുടെ സംസാര രീതികളൊക്കെ ഈ വന്ന വഴി മറക്കുന്ന കുറേ ആൾക്കാരുണ്ട്. വന്ന വഴി ചില ആൾക്കാർ പറയുന്നു, ഉള്ളത് ഞാൻ തുറന്നു പറയാം, ആരെയും സഹായിക്കാതിരിക്കുന്നതാണ് നല്ലത്. സഹായിച്ച് നല്ലൊരു ലെവലിൽ നമ്മൾ കൊണ്ടെത്തിച്ച് കഴിഞ്ഞിട്ട് അവർ തന്നെ നമ്മളെ മലത്തി അടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും എന്ന് പറയും. അതിനേക്കാളും നല്ല ഇതിനൊന്നും പോവാതിരിക്കുന്നതാണ് നല്ലത്. നിനക്കൊക്കെ ഇച്ചിരി സഹായം കൂടുതലാണ്, അതുകൊണ്ട് പരമാവധി ഇതൊക്കെ നിർത്തുന്നതല്ല, നിൻ്റെയൊക്കെ ഭാവിക്ക് നല്ല എന്നൊക്കെ കുറേ ആൾക്കാർ പറയാറുണ്ട്. ചില സമയത്ത് ആലോചിക്കുമ്പോൾ ശരിയാണെന്ന് പോലും നമ്മൾ ആലോചിച്ച് പോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ പെൺകുട്ടിയുടെ വീഡിയോ ഒന്ന് ഞാൻ വെച്ച് തരാം. എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളും ഒരുപാട് പേര് എനിക്ക് എല്ലാ ദിവസവും സത്യം പറഞ്ഞാൽ നേരത്തെ നമ്മുടെ ഒരു പബ്ലിക് നമ്പർ ഉണ്ടായിരുന്നു. ആ നമ്പർ ഞാനിപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് വാട്സപ്പിൽ. അപ്പോൾ ആ നമ്പറിൽ ഇപ്പോഴും എനിക്ക് ഡെയിലി മെസ്സേജസ് വരാറുണ്ട്, നിങ്ങൾ രണ്ടാളും എന്തേ വീഡിയോ ഇടാത്തത്. അതേപോലെ വേറെ പല സംശയങ്ങളുമാണ്. ഞാൻ അബുദാബിക്ക് വന്ന കാര്യം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. ഒരു കഴിഞ്ഞ നവംബർ പകുതിയോടൊക്കെ ആയപ്പോൾ ഞാൻ അബുദാബിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ജോലിയൊക്കെ തപ്പി വന്നതാണ്. അപ്പോൾ ഞാനിവിടാണ്. കുറേ പേർക്കൊക്കെ അതറിയാം. അഭിലാഷാണെങ്കിൽ പിന്നീട് വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും സംശയമായിരുന്നു, അതെന്തേ സ്വാതി അങ്ങ് പോയത്, നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയോ. അങ്ങനെ കുറേ സംശയങ്ങൾ എന്നെ ഡയറക്റ്റ് കാണുന്നവർ, ഇവിടെ വെച്ച് കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചോദിക്കുമായിരുന്നു, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ. കാരണം മോശമായിട്ടല്ല ഞാൻ പറയുന്നത്, മോശമായിട്ട് സംസാരിക്കുന്ന കുറേ ആളുകളുണ്ട്. പക്ഷെ അതല്ല, നല്ല രീതിക്ക് തന്നെ സ്നേഹം കൊണ്ട് ചോദിക്കുന്നവർ, അത് നമുക്ക് മനസ്സിലാവുമല്ലോ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് സോൾവ് ആക്കുക. നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് കാണാൻ ഇഷ്ടം, നാട്ടിൽ വ്ളോഗൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുന്നത് കുറേ നല്ല നല്ല സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇപ്പോഴും ഉണ്ട്, സത്യമാണ്. അത് അവിയാണെന്നുണ്ടെങ്കിലും വീഡിയോസ് ഞാൻ പോകുന്ന കഴിഞ്ഞപ്പോൾ അവിയും വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടിരുന്നതോ. പക്ഷേ ഞാനിങ്ങോട്ട് വന്ന് കുറച്ച് കഴിഞ്ഞപ്പം അച്ഛന് ചെറുതായിട്ട് വയ്യാണ്ടായിട്ട്, അച്ഛനൊരു ആക്സിഡൻറ്റ്, അതായത് പൊക്കത്തുനിന്ന് വീണിട്ട് അച്ഛൻ്റെ കാലൊക്കെ ചെറുതായിട്ട് ഫ്രാക്ചർ കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു അവിയുടെ അച്ഛന്. അപ്പോൾ വീട്ടിലാരും ഇല്ലാഞ്ഞതുകൊണ്ട് അവനും എങ്ങോട്ട് പോകാൻ പറ്റില്ല. അല്ലെന്നുണ്ടെങ്കിൽ ആളെപ്പോഴേ യാത്ര കാര്യങ്ങളൊക്കെ പോകേണ്ടതായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ വിളിക്കുകയും പറയുകയും ഒക്കെ ഉണ്ട്. ഞാൻ പിന്നെ എനിക്ക് എന്നൊരു ജോലി വേണം എന്ന് തോന്നിയപ്പോൾ ഞാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അതിനകത്ത് അവിനാശ് പ്രത്യേകിച്ച് ഒബ്ജക്ഷൻ ഒന്നും പറഞ്ഞില്ല, എൻ്റെ ഇഷ്ടമായിരുന്നു കേട്ടോ. നമുക്കൊരു പോയിന്റ് എത്തിയപ്പോൾ നമുക്ക് തോന്നത്തില്ലേ, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം, അത്രയല്ലേ ഉള്ളു. ഞാൻ പറഞ്ഞു, രണ്ടാൾ ഈ യൂട്യൂബും കൊണ്ട് നടക്കുന്ന എന്തിനാ, ഒരാൾ വേറെ എന്തെങ്കിലും ജോലി നോക്കാം എന്നുള്ള ഒരു തോട്ട് എനിക്ക് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് കയറി വന്നു. ജസ്റ്റ് ഒന്ന് ഇവിടെയൊക്കെ കണ്ടിട്ട് പോകാതെ തീർത്ത്, അത്രയുള്ള. അത് സിമ്പിളായിട്ടുള്ള കാര്യം കേട്ടോ. അത് വലുതായിട്ട് ആരും ഒന്നും എന്താ പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ, കുറേ പേരൊക്കെ അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടാളും അത്ര ഇതായിട്ട് നിന്ന് യൂട്യൂബൊക്കെ നല്ലപോലെ പോയി. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ വന്നതുകൊണ്ടാകാം ചിലപ്പോൾ. പക്ഷെ അങ്ങനൊന്നും ഇല്ല കേട്ടോ, ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്കെന്ന് പറഞ്ഞൊരു ജോലി വേണമെന്ന് തോന്നിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. അപ്പം ഞാൻ ഇനി വന്നു കഴിഞ്ഞപ്പോൾ ആണെങ്കിലും കുറേ കാലം കഴിയുമ്പോൾ അവിനാശ് ഇടയ്ക്ക് വരണം എന്നൊക്കെയുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. ഇനിയിപ്പോൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ യൂട്യൂബും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്നൊന്ന് ദുബായ് വരുന്നു വന്നല്ല എന്ന് കണ്ടിട്ടൊന്ന് തിരിച്ചു പോകണം. എൻ്റെ പൊന്നു മോളെ സമ്മതിച്ചിരിക്കുന്നു. എന്തായാലും സംസാരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ വളച്ചൊടിക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയോ അവർ മറച്ചു വെച്ചിട്ട് അവർ ഈ സംസാരിക്കുന്നത്, ആരെയോ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം. എല്ലാവരെയും പറ്റിക്കുന്ന പോലെ ഈ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കാൻ നോക്കല്ലേ. ഇത് 5 മാസം മുമ്പുള്ള ഒരു വീഡിയോ ആണ്. അവരുടെ സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ ഇതിനകത്ത് കമൻസും കാര്യങ്ങളും, എൻ്റെ പൊന്നോ, കമൻ്റ് എന്ന് പറഞ്ഞാൽ ഇവരെ നിർത്തിപ്പോയിരിക്കുക. നീ എങ്ങനെ ഇരുന്നയാടി, നീ ഏത് കോലത്തിൽ ഇരുന്നതാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കുറേ ബോഡി ഷേമിങ്ങിനോട് എനിക്ക് വലിയ താല്പര്യം കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും എന്താ പറയണ്ട, ഈ കമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. അത് കഴിഞ്ഞിട്ട് ഇവരുടെ പഴയ ഒരു വീഡിയോ ഉണ്ട്, ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർ ആദ്യം ഷാപ്പിൽ പോകുന്ന ഒരു വീഡിയോസൊക്കെ ഉണ്ട്. നമുക്ക് അതുമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ആദ്യ കമൻറ്റ് നമുക്ക് വായിക്കാം. കോണ ചിലക്കാതെ പോടി അല്ലേ, പാവം ചെറുക്കനെ വഞ്ചിച്ച് ഡാഷ് മോളെ എന്നുള്ള രീതിയിലാണ്. ഞാൻ വായിക്കുന്നില്ല ആ കമൻറ്റ്. വഞ്ചകി എബി അല്ല അവി. ഓക്കെ, പഴയ വീഡിയോസ് എടുത്ത് നോക്കുന്നത് നല്ലതാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ശരിയാണ്, പഴയ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട എന്താ പറയണ്ട, അവനെ സമ്മതിച്ചു കൊടുക്കണം. പഴയ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട് അവൻ എത്രമാത്രം കെയർ ചെയ്യുന്നുണ്ട്, എത്രമാത്രം ഇത് ചെയ്യുന്നുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ, ദുബായിൽ എന്താ പണി, ഡാഷാണോ, മസാജിങ്, അങ്ങനെ കുറേ കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വിട്ടടേ അങ്ങനെയുള്ള കമൻസ് ഒന്നും ഇടാതെ. നിന്നെ അവനൊരു മെനയാക്കി എടുത്തപ്പോൾ നിനക്ക് അവനെ വേണ്ട, തിരിച്ചു കിട്ടും, നോക്കിയിരുന്നോ നീ എന്നും പറഞ്ഞ് അങ്ങനെ കുറേ ആൾക്കാർ കമൻസ് ഇടുന്നുണ്ട്. പിന്നെ കർമ്മ നീ അനുഭവിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. എൻ്റെ പൊന്നെ കർമ്മയുടെ കാര്യം ഞാൻ സീരിയസ്ലി പറയുകയാണ്. നമ്മൾ അനുഭവിക്കും. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് അറിയാതെ ആണെങ്കിൽ പോലും ഒരു തെറ്റ് പറ്റി അതിനെ ഖേദിച്ചില്ലെങ്കിൽ ഉറപ്പാണ് അനുഭവിച്ച് തന്നെ തീരത്തുള്ളൂ. അത് വേറെ കാര്യം. അടുത്ത കമൻറ്റ് അയൺ ബോക്സ് ഉണ്ടോ എന്നുള്ള രീതിയിലാണ്. പിന്നെ ഒരു സാദി വ്ളോഗ്സ്, കർമ്മ ഈസ് ബ്ലഡി ബോം പ്രാക്ടീസ് ചെയ്തതെല്ലാം
അതിലേറെ ഭംഗിയെ നിനക്ക് അനുഭവിക്കാൻ പറ്റട്ടെ, ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പാവം ആവിയുടെ ലൈഫ് തകർന്നു, നീ പോയത് നന്നായി, ശാപം, നിനക്ക് മനുഷ്യകോലം ഉണ്ടായത് അവൻ്റെ കൂടെ ആണെന്നുള്ള രീതി കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ഇന്ന് അവിയുടെ വ്ളോഗ് കണ്ടു വന്നതാണ് ഒന്ന് കാണാൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ പഴയ വീഡിയോസൊക്കെ കുത്തിപ്പൊക്കിയിട്ട് ആ ഒരു കോലം വെച്ചിട്ടാണ് ആൾക്കാർ ഇപ്പോൾ കമ്പയർ ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അവനെ ഒരുപാട് ഇഷ്ടമായിരുന്നു ആൾക്കാർ, അവൻ്റെ സംസാരം, അവൻ്റെ രീതികളും ഒക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൻ 10, 21, 22 വയസ്സിൽ തുടങ്ങിയ പരിപാടികളാണ്. അപ്പോൾ അടുത്ത കമൻറ്റ് ഞാനൊന്ന് വായിക്കാവേ. ഉന്തിയ പല്ലും എല്ലും തോലുമായി വന്ന് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ പോലും കഴിയാത്ത കോലത്തിൽ നീ നിന്നു. ഈ കാണുന്ന ലോകത്തിൽ അവി ആക്കിയെടുത്ത ഇപ്പോൾ വേറെ ആരൊക്കെയോ കൂടെ നിന്നിട്ട് നാടകം കളിക്കുന്നു എന്നുള്ള രീതിയിലൊരു കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ശരിയാണ്. അപ്പോൾ ഞാൻ പോയി പണ്ടത്തെ വീഡിയോസൊക്കെ നോക്കിയപ്പോൾ ഫസ്റ്റ് ഇവർ ഷാപ്പിൽ പോകുന്നൊരു വീഡിയോസൊക്കെ ഉണ്ട്. അതിനകത്ത് അവൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ വെച്ച് തരാം നിങ്ങൾക്ക്. നിൻ്റെ പഴയ കോലം നല്ല ഓർമ്മയുണ്ട്, ആ ചെക്കൻ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള രീതിയിലാണ്. പിന്നെ അടുത്ത കമൻറ്റ്, നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാകാം, പക്ഷേ അവി കാരണമാണ് നീ ഇന്ന് ഈ നിലയിൽ ഉയരാൻ കാരണം, അതുകൊണ്ട് ഞങ്ങളിന്നും അവിയോടൊപ്പമാണ്, ഗുഡ് ബൈ എന്നുള്ള രീതിയിലെ കുറേ കമൻസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പം അവനാണ് സത്യത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതും കൊണ്ടുവന്നതും ഈ ഒരു ഇതിലൊക്കെ ആക്കിയെടുത്തെന്നാണ് എല്ലാവരുടെയും അഭിപ്രായങ്ങളും കാര്യങ്ങളും. ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നുണ്ട്. എന്നാലും അവരുടെ പഴയ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എന്തായാലും നമ്മളിപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ മാത്രമേ കണ്ടിട്ടുണ്ട്. ഇവർക്ക് എന്താ പറയാനുള്ളതെന്ന് ഇവർ വന്ന് പറയട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷേ എന്തോ സംതിങ് റോങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് കണ്ടിട്ട്. നടുക്കാണ് പരമ്പിൽ കൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയാടി, കണ്ടാ, ഇതാണ് നമ്മുടെ ആള്. ഇതുവരെ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാത്ത ഒരാളാണ്. ക്യാമറയുടെ പുറയിലൊക്കെ നിന്നിട്ടുള്ളൂ. ഇപ്പം അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ പുറയിലും. ഇത്ര പെട്ടെന്ന് എന്താ കല്യാണം ആകാനുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ പറയാനുണ്ട്. അതൊന്നും നമ്മൾക്ക് ഒരു വീഡിയോയിലൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയാതിരുന്നത്. അതുകൊണ്ടാണ്. അപ്പം ഇപ്പം ഞാൻ തോന്നിയെന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല. കാരണം ഉടനെ മിക്കവാറും കല്യാണമൊക്കെ കാണും. അതാണ്. അപ്പം ഇനി ആരും കണ്ടില്ലെന്ന് പറയല്ലേ. ഇതാണ് നമ്മുടെ സ്വാതി, ക്യാമറമാനി സ്വാതി. അപ്പോൾ എന്തായാലും അടിപൊളി. നോക്കിയേ, അവർ നടന്നങ്ങോട്ട് പോകണേ. എനിക്കധികം വയ്യ നടക്കാൻ. നല്ല പോലെ ഫുഡ് കഴിച്ചിട്ടുണ്ട്, നല്ല പോലെ. കാരണം ഇനി കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അതുപോലെ കഴിച്ചു. എന്തായാലും അടിപൊളിയായി. ഇനി നമുക്ക് ഇവരോട് ചോദിക്കാം എങ്ങനെയുണ്ട് ഫുഡ്. അപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത് ഈ പഴയ കോലവും പുതിയ കോലവും ഒക്കെ വെച്ചാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതെല്ലാം അവനാണ് ആക്കിയെടുത്തത്, നീ എന്ത് തോന്നിയവാസമാണ് അവനെ കാണിക്കുന്നത്, അവനെ ചതിച്ചിട്ടുണ്ടെങ്കിൽ നീ ഗതി പിടിക്കാതെ അലഞ്ഞു പോകുന്നുള്ള രീതിയിലാണ് കമൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തോ നമ്മളിപ്പോൾ ഒരു ഭാഗം മാത്രമേ കേട്ടിട്ടുള്ളൂ. അത് കേട്ടതെന്ന് വെച്ചാൽ ഒരു മിന്നായം പോലെ. അദ്ദേഹത്തിന് എന്താ പറയാനുള്ളത് അദ്ദേഹം വന്ന് പറയട്ടെ, ഫുള്ളായിട്ട് പറയുകയൊക്കെ ചെയ്തത്. പക്ഷെ ഇപ്പോൾ എല്ലാവരും എതിർത്ത് നിൽക്കുന്ന ഈ പറയുന്ന പെൺകുട്ടിയാണ് എല്ലാവരും എതിർത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ എന്താ പറയേണ്ടത്, അവർ ചില സംസാര രീതികൾ, ആ ഒരു 2 മിനിറ്റ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് വെച്ച് തന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ കള്ളമാണെന്ന് എനിക്കിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ ഒരു വീഡിയോ വന്നപ്പോഴത്തേക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ഇനി വരുമ്പോൾ നമുക്കറിയാം. എന്തായാലും അദ്ദേഹം ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. എന്തായാലും നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. ഇവിടുന്ന് കുറച്ച് പോയാൽ ചെട്ടികുളങ്ങര തൊട്ടപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ വീടും കാര്യങ്ങളൊക്കെ. നമുക്ക് ഇവിടുന്നൊരു എന്താ പറയണ്ടേ 4 കിലോമീറ്റർ ക്രോസ് ചെയ്യേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ സത്യത്തിൽ. അദ്ദേഹത്തിൻ്റെ വിഷമം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 1 ഇയർ വീഡിയോ ഇട്ടില്ലെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. യൂട്യൂബിൽ കൂടെ അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അദ്ദേഹം ഒരു വീഡിയോ ഇട്ടാൽ നല്ല രീതിയിൽ ഏൺ ചെയ്യാനും പറ്റുകയൊക്കെ ചെയ്യും. അതുപോലും മാറ്റി നിർത്തി അദ്ദേഹം ഓരോരുത്തർ ഒളിച്ചു പാത്തി ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷമം എത്രമാത്രമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത്രയ്ക്ക് ഗൗരവമാവേണ്ട ഒരു കാര്യങ്ങൾ തന്നെ. എല്ലാവരും പറയുന്നത്, എടാ യൂട്യൂബിൽ ഇരുന്ന് പൈസ കിട്ടുമല്ലോ, അതുപോലെ ബാക്കിയൊക്കെ ഉള്ള ചില കാര്യങ്ങൾക്ക് എൻ്റെ പൊന്നും മക്കളെ പൈസയും കൊണ്ടും പറ്റത്തില്ല, ഒന്നും കൊണ്ടും പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ട് കുറേ കാര്യങ്ങൾ. ഓക്കെ, എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ കുറച്ച് വീഡിയോ ആയിട്ട് വരികയൊക്കെ ചെയ്യും. ഇവിടെ എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പം സ്വാതിയുടെ ഭാഗത്ത് നല്ല മിസ്റ്റേക്ക് ഉണ്ടാവാനാണ് കൂടുതലും ചാൻസും കാര്യങ്ങളും ഒക്കെ. ഓക്കെ, എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയറും സബും ഒക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ.